വെൽക്കം ബാക്ക് ടു ഡിഎസ്ആർക്കാലേക്ക് എല്ലാവർക്കും നമ്മളൊന്ന് കാണിക്കാൻ നമ്മുടെ നെറൂട്ടോ എപ്പിസോഡ് 1 എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ വലിയൊരു കോട്ട കാണിക്കാണ്. അങ്ങോട്ട് ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ. അവൻ ആ കോട്ടയ്ക്കകത്ത് ഇപ്പൊ ആരെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇല്ല, അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അവനിപ്പോ മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അവിടെ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ സാക്കുര ആവട്ടെ കുട്ടപ്പനെ പോലെ തന്നെ ആരെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ വിളിച്ചു പറയും, ഇവിടെ ഒന്നും അവനെ കാണാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ നമ്മൾ ഇത്രയും ദൂരം വന്നത് അത് വെറുതെ ആകുമെന്ന് ചോദിക്കുമ്പോ സാക്കുര പറയും, അങ്ങനെയൊന്നുമില്ല, ഉറപ്പായിട്ടും സാസുകയെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ആക്ച്വലി നമ്മുടെ രണ്ടാൾക്കാരും അവിടേക്ക് വന്നത് സാസുകയെ കണ്ടുപിടിക്കാനാണ്. അവര് രണ്ടുപേരും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആ ഒരു കോട്ടയുടെ ഭാഗം ഇപ്പൊ അങ്ങനെ തന്നെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. ആ പൊട്ടിത്തെറിച്ച സ്ഥലത്ത് നിന്ന് ഇപ്പൊ വേറൊരുത്തൻ പുറത്തേക്ക് വരും. ഈ ഒരുത്തൻ അതാരാണെന്ന് നമുക്ക് കുറച്ചു കഴിയുമ്പോ പരിചയപ്പെടാം. നമ്മുടെ സാക്കുറ ആ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ഓടിയെത്തും. അവിടേക്ക് ഇപ്പൊ നറൂട്ടോ എത്തുമ്പോ അവര് രണ്ടുപേരും ദൂരത്തായിട്ട് കാണും സാക്ഷാൽ സാസുകയെ. സാസുക കുട്ടപ്പനെ കണ്ട്, നീ ഒരുപാട് വളർന്നുപോയി, നീ എന്റെ പുറകെ തന്നെയാണല്ലേ ചോദിക്കുമ്പോ കുട്ടപ്പനാവട്ടെ ദേഷ്യം കയറി അവന്റെ അടുത്തേക്ക് ചാടി വീഴും. സാസുക കുട്ടപ്പന്റെ കോളറെ കുത്തിപ്പിടിച്ച്, ഞാൻ എന്റെ ലൈഫ് മുഴുവൻ ഒരുപാട് അനുഭവിച്ചു. എന്റെ പാരന്റ്സ് എന്റെ മുൻപിൽ വെച്ചാണ് മരിച്ചത്. അതിന് കാരണക്കാരനായ ഹിറ്റാച്ചിയെ അവനെ തകർക്കാതെ ഞാൻ അതിനെവിടേക്ക് വരില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അതിന് യാതൊരു കാര്യമില്ല എന്ന് ഇപ്പൊ സാസുക പറയും. അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ അവന്റെ ഫാമിലിയെ കുറിച്ച് ആലോചിച്ചിട്ട് കുട്ടപ്പനോട് ചോദിക്കും, ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും നീ എന്നെ ഫോളോ ചെയ്യുന്നത്? എന്നെ എന്റെ വഴിക്ക് വിടാൻ പറയുമ്പോ അതിന് കുട്ടപ്പൻ പറയും, എനിക്ക് എന്തോ ഒരു സ്നേഹം അത് നിന്നോട് തോന്നുന്നു. നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്, അതുകൊണ്ട് എനിക്ക് ആ ബോണ്ട് അത് നഷ്ടപ്പെടുന്നില്ല. അതിന് സാസുക പറയും, ആ ഒരു ബോണ്ട് അത് ഞാൻ ഇപ്പൊ തന്നെ തകർക്കും. നിന്നെ കൊണ്ട് അതിന് ഒരിക്കലും കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ അന്നേ നീ അത് ചെയ്തേനെന്ന് ഇപ്പൊ കുട്ടപ്പൻ പറയും. അപ്പൊ സാസുക ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അവന്റെ ചേട്ടൻ ഹിറ്റാച്ചി പറഞ്ഞ ആ ഒരു കാര്യം, നിന്റെ മങ്കിക്കു ശരീരം കണ്ണ് അത് തുറക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നീ കൊന്നുകളയണം. കാക്കാഷി പറയും, എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബോണ്ട് ഞാൻ തകർക്കാതെ വെച്ചത്. കുട്ടപ്പൻ ഷോക്കായിട്ട് അവനെ നോക്കി നിൽക്കുമ്പോ സാസുക ആവട്ടെ അവന്റെ തൊട്ടടുത്തേക്ക് ഇപ്പൊ പാഞ്ഞെടുക്കും. സാസുക കുട്ടപ്പന്റെ ചെവി പറയും, നിന്റെ ഏറ്റവും വലിയ എയിമ് അതെന്നെ തോപ്പിക്കുക എന്നതല്ലേ, അതിനുപരിയായിട്ട് നിനക്കൊരു ഹൊക്കാഗെയായി മാറണമല്ലേ? തീർച്ചയായിട്ടും ഇവിടെ വെച്ച് നിന്റെ കഥ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് സാസുക ആവട്ടെ ഇപ്പൊ വാൾ ഊരിയെടുക്കും. അതിന് കുട്ടപ്പൻ പറയും, എന്റെ ഫ്രണ്ടിനെ പോലും രക്ഷിക്കാൻ കഴിയാതെ ഞാൻ ഹൊക്കാഗെ ആവുന്നതില് യാതൊരു അർത്ഥമില്ല. കുട്ടപ്പൻ ഉടനെ ഇപ്പൊ അവന്റെ വയറ്റിലേക്ക് പോയി ആ ഒരു 9 tail ഫോക്സിനോട് പവർ ചോദിക്കാൻ തുടങ്ങും. ഫോക്സ് പുറത്തേക്ക് വന്നു പറയും, നിനക്ക് ആവശ്യമുള്ള എല്ലാ പവറും അത് ഞാൻ തരാം. നിന്റെ വയറ്റിലെ ആ ഒരു സീല് അത് തകർക്കാൻ പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ വയറ്റില് കൈവെക്കുന്ന അതേ സമയത്ത് അവിടേക്ക് സാസുക എത്തും. സാസുകയെ കണ്ട ഉടനെ ആ ഒരു 9 tail ഫോക്സ്, നീ ഉച്ചിക ക്ലാനിൽ ചേർന്ന സാസുകയല്ലേ? ശരീരം കണ്ടിന്റെ പവർ കൊണ്ടല്ലേ നീ ഇപ്പൊ ഇവിടേക്ക് എത്തിയത്? അതിന് സാസുക പറയും, നീ ആ 9 tail ഫോക്സ് അല്ലേ? എനിക്ക് നിന്നെ അറിയാം. സാസുക എന്തോ ഒരു പവർ എടുത്ത് ഇപ്പൊ ആ 9 tail ഫോക്സിനെ അങ്ങനെ അട്ടിച്ചു തെറിപ്പിക്കും. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനില് ആരോ 3 പേര് എന്തിനോ ടാർഗറ്റ് ചെയ്ത് ഇപ്പൊ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവര് വിളിച്ചു പറയും, അതിപ്പോ ഓടുന്നത് ലീഫ് വില്ലേജിനെ നോക്കിയാണ്. അതെന്താണെന്ന് നോക്കിയാല് പൂച്ചയെ പോലെ എന്തോ ഒരു ജീവി. ആ ഒരു പൂച്ച ഇപ്പൊ ഗ്രാമത്തിലൂടെ ഓടിച്ചെന്ന് അവിടെയുള്ള എല്ലാ സാധനങ്ങളും തട്ടിമറിക്കാൻ തുടങ്ങും. നമ്മുടെ ഷെഫ് ആള് കഷ്ടപ്പെട്ട് ഫുഡ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതും തട്ടിയിട്ട് അവ മുമ്പോട്ട് ഓടും. ഷെഫ് ആവട്ടെ ഇപ്പൊ നറൂട്ടോ എന്ന് വിളിച്ചലറുമ്പോഴായിരിക്കും അവിടെ നറൂട്ടോ ഇല്ല എന്ന കാര്യം ഓർക്കുക. അപ്പൊ ആ പൂച്ചക്കുട്ടിയുടെ തൊട്ടു പുറകെ ഇപ്പൊ വേറൊരാള് ഓടാൻ തുടങ്ങും. അതാരാണെന്ന് നോക്കിയാ വളർന്നു വലുതായ നമ്മുടെ കൊനഹമാരു. അവൻ ഓടിച്ചെന്ന് ഇപ്പൊ കറക്റ്റായിട്ട് ചാടി വീണ് പൂച്ചയുടെ വയറ്റിൽ ഇക്കിളി കൂട്ടി അതിനെ കാലെ പിടിച്ച് ഇപ്പൊ നിലത്തടിക്കും. ആ ഒരു പൂച്ച അതവനെ കടിച്ചു പറിക്കുമ്പോ നമ്മുടെ ആള് അതിനെ ഈസി ആയിട്ട് തൂക്കിയെടുത്ത് അതിന്റെ ഓണറിനെ കൈ കൊണ്ട് കൊടുക്കും. ഓണറിനെ കണ്ട് ഇപ്പൊ കൊരഹമാരുവിന്റെ ഫ്യൂസ് പോവും. ഈ ഒരു മുതിക്ക് വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ പൂച്ചയെ പിടിച്ചത്? എന്നെ കൊണ്ട് വയ്യ,
ഇങ്ങനെയുള്ള വൃത്തികെട്ട മിഷൻ ചെയ്യാന്ന് പറഞ്ഞ് അവനാവട്ടെ ദേഷ്യം പിടിച്ചു നിൽക്കും. അപ്പൊ ട്രെയിനർ ചോദിക്കും, ഇത്ര നേരം എടുത്തിട്ടാണോ ഒരു പൂച്ചയെ പിടിക്കുന്നേ? അതിനവൻ പറയും, ആ ഒരു പൂച്ചയെ പിടിക്കാൻ പറ്റ പാട് എനിക്ക് മാത്രമേ അറിയൂ. ഇനി മേലാൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട മിഷൻ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവനാവട്ടെ ഇപ്പൊ ഹൊക്കാഗയുടെ അടുത്ത് നിന്ന് ബഹളം വെക്കാൻ തുടങ്ങും. അതിന് ഹൊക്കാഗ പറയും, എനിക്കിപ്പോ നിനക്ക് ഡീറാങ് മിഷൻ മാത്രമേ തരാൻ കഴിയുള്ളൂ. ഇതിൽ നീ ഓക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളി മിഷൻസ് ഞാൻ നിനക്ക് തരാന്ന് പറയുമ്പോ കൊനഹമാരു ദേഷ്യപ്പെട്ട് പറയും, ഞാൻ 7th ഹൊക്കാഗയാണ്, അതുകൊണ്ട് എന്റെ സ്റ്റാറ്റസിന് ചേരുന്ന മിഷൻ തന്നെ എനിക്ക് വേണം. 7th ഹൊക്കാഗയോ? അപ്പൊ 6th ഹൊക്കാഗെ അതാരാണെന്ന് ഇപ്പൊ ഹൊക്കാഗ ചോദിക്കും. അതിന് കൊനഹമാരു പറയും, അത് മറ്റാരുമല്ല എന്റെ ബിഗ് ബ്രദർ നറൂട്ടോ ഉസുമാക്കി. ഉടനെ എല്ലാവരും ഞെട്ടിയിട്ട് ഇപ്പൊ അവനെ നോക്കി നിൽക്കും. കൊനഹമാരും ടീംസും ആവട്ടെ ഇപ്പൊ ഹായ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി കുട്ടപ്പനെ കുറിച്ച് പറയാൻ തുടങ്ങും. കൊനഹമാര് പറയും, നമ്മുടെ ഹീറോ അവൻ ട്രെയിനിങ് എടുക്കാൻ പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ മാസായിട്ട് തന്നെ അവൻ തിരികെ എത്തും. അവനാണ് 6th ഹൊക്കാഗെ. അതിനുശേഷം ഈ ഗ്രാമത്തിന്റെ ഹൊക്കാഗെ അത് ഞാനാണ്. ഇങ്ങനെ ഇവര് പറയുന്നത് നമ്മുടെ ഹൊക്കാഗെ ടീംസും ആവട്ടെ ദൂരെ നിന്ന് കാണും. കുട്ടപ്പനാണ് അടുത്ത ഹൊക്കാഗെ എന്ന് പറയുന്നത് കേൾക്കുമ്പോ നമ്മുടെ ഹൊക്കാഗെ എനിക്ക് ഇപ്പൊ ഒരുപാട് സന്തോഷാവും. ഇറൂക്ക പറയും, കുട്ടപ്പൻ തീർച്ചയായിട്ടും ഒരുപാട് ട്രെയിനിങ് എടുത്ത് അവൻ സാസുകയെ തിരികെ കൊണ്ടുവരും. പിന്നീട് അവൻ ഈ ഒരു ലീഫ് വില്ലേജിന്റെ തന്നെ 6th ഹൊക്കാഗെ മാറുന്നു പറയുമ്പോ നമ്മുടെ ഹൊക്കാഗെ ആവട്ടെ അതൊന്നും മനസ്സിൽ ഇമാജിൻ ചെയ്യും. ഇറൂക്ക പറയും, അവന്റെ മാസ്റ്റർ ആള് ചില്ലറക്കാരനല്ല, ഒരു സെനിയനാണ്. സാക്ഷാൽ നമ്മുടെ ജിറയ മാമൻ എന്ന് പറയുമ്പോ അസിസ്റ്റന്റ് ചേച്ചി പറയും, അവർ ഇതിനോടകം ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു വരാനുള്ള സമയമായി. പക്ഷെ ഇതുവരെയായിട്ടും അവർ തിരികെ എത്തിയിട്ടില്ല. പക്ഷെ ഹൊക്കാഗെ എനിക്കറിയാം കുട്ടപ്പൻ കറക്റ്റ് ടൈം ആവുമ്പോ അവിടേക്ക് എത്തുമെന്ന്. കട്ട് ചെയ്ത ഇപ്പൊ കാട്ടിലൂടെ നമ്മുടെ കുട്ടപ്പനും ജിറയ മാമനും ഗ്രാമത്തെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. അവര് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് കുട്ടപ്പനെ കണ്ട് വണ്ടടിക്കും. അവരുടെ പിന്നാലെ തന്നെ ഇപ്പൊ സാക്കുറയും ഗ്രാമത്തിലേക്ക് വരുമ്പോ ഒരുപാട് പേര് അവളുടെ അടുത്തേക്ക് ഓടിയെത്തും. അവളുടെ അടുത്തേക്ക് ഇപ്പൊ കൊനഹമാര് വന്നിട്ട് പറയും, ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? അതിന് അവള് പറയും, ഒരു അർജന്റ് മിഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ അത്യാവശ്യമായിട്ട് ഒരു ലെഡ്ജർ വാങ്ങാനായി ഞാൻ ഹൊക്കാഗയുടെ അടുത്ത് പോവാണ്. അതേസമയം കുട്ടപ്പനും മാമനും ആവട്ടെ ഇപ്പൊ ഗ്രാമത്തിലൂടെ മുൻപോട്ട് നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആക്ച്വലി സാക്കുറയ്ക്ക് അറിയില്ല ഇപ്പൊ നറൂട്ടോ കുട്ടപ്പൻ ഗ്രാമത്തിലേക്ക് എത്തിയത്. കൊനഹമാര് കുട്ടപ്പനെ കുറിച്ച് ചോദിക്കുമ്പോ അവള് പറയും, തീർച്ചയായിട്ടും അവനൊരു ദിവസം തിരികെ എത്തും, അവനായിരിക്കും പിന്നീട് ഈ ഗ്രാമത്തിന്റെ നായകൻ എന്ന് പറഞ്ഞ് അവളാവട്ടെ അവിടെയുള്ള സെക്യൂരിറ്റീസിനടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും സെക്യൂരിറ്റീസ് പറയാ, നിന്നെ കാത്ത് വലിയൊരു സർപ്രൈസ് ഉണ്ട്. അവള് വണ്ടടിച്ച് ഒരുപക്ഷെ നറൂട്ടോ ആയിരിക്കുമോ എന്ന് പറഞ്ഞ് തിരികെ നോക്കുമ്പോഴായിരിക്കും വലിയൊരു ഗോപുരത്തിന്റെ മുകളില് ഇപ്പൊ സാക്ഷാൽ നറൂട്ടോ കുട്ടപ്പനെ കാണാം. ഒരുപാട് കാലത്തിന് ശേഷം നറൂട്ടോ അവന്റെ ഗ്രാമം മുഴുവനായിട്ടും ഇപ്പൊ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമം കാണുമ്പോ തന്നെ കുട്ടപ്പന് പിടികിട്ടും ഇവിടെ യാതൊരു ചേഞ്ച് വന്നിട്ടില്ല, എല്ലാം പഴയതുപോലെ തന്നെയാണെന്ന് പറയുമ്പോ അവിടേക്ക് കുട്ടപ്പന്റെ പേര് വിളിച്ച് ഇപ്പൊ സാക്കുറ ഓടിയെത്തും. കുട്ടപ്പനെ കണ്ട് സാക്കുറ പറയും, നീ ഒരുപാട് വളർന്നുപോയി, നിന്നെ കണ്ടിട്ടേ മനസ്സിലാവുന്നില്ല, ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയുണ്ട്, ഞാൻ ചുന്ദരിയായോന്ന് അവൾ അവനോട് ചോദിക്കും. അതിന് കുട്ടപ്പൻ പൊട്ടിച്ചിരിച്ചിട്ട് പറയും, നിനക്കൊരു മാറ്റവും ഇല്ല, നീ പഴയതുപോലെ തന്നെ ഇരിക്കുകയാണ്. അത് കേട്ട് മാമനാവട്ടെ ഇവന് പെണ്ണുങ്ങളുടെ സൈക്കോളജി അത് തീരെ അറിയില്ല. അതേ സമയത്ത് കൊനഹമാരു അവൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ സൂപ്പർ പെണ്ണായി തീരും. അത് കണ്ട് കൺട്രോൾ പോയി മാമനാവട്ടെ അത് തന്നെ നോക്കി നിൽക്കും. അപ്പൊ കുട്ടപ്പൻ പറയും, ഞാനിപ്പോ പഴയ പോലെയല്ല, ഞാൻ ഒരുപാട് മെച്ചോർഡായി, അതുകൊണ്ട് വേറൊരു ജിപ്സു ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ എന്തോ ഒരു പൊട്ട ജിപ്സു ഇപ്പൊ കാണിക്കാൻ തുടങ്ങും. അത് കണ്ട് കരി കയറിയ സാക്കുറ ആവട്ടെ അവന്റെ മോന്തയ്ക്ക് നോക്കി ഒരൊറ്റ ഇട്ടി വെച്ചു കൊടുക്കും. സാക്കുറ ടെൻഷനായിട്ട്, നിർത്തിനടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക് എന്നും പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനെ തൂക്കിയെടുക്കും. നിനക്കൊരു ചേഞ്ചും ഇല്ലാന്ന് പറഞ്ഞ് അവളാവട്ടെ ഇപ്പൊ കുട്ടപ്പനെ തൂക്കിയെടുത്ത് ഹൊക്കാഗയുടെ മുൻപിലെത്തിക്കും. ഹൊക്കാഗ കുട്ടപ്പനെ കണ്ട് ഒരുപാട് ഹാപ്പിയായി. ഇത്രയും നാളും നീ ട്രെയിനിങ് എടുത്ത കാര്യങ്ങള് എന്നെ കാണിച്ചു തരാനായിട്ട് കുട്ടപ്പനോട് പറയും. കുട്ടപ്പൻ റെഡിയായിട്ട് നിൽക്കുമ്പോ ഇപ്പൊ ഹൊക്കാഗ പറയും, ഞാൻ നിനക്ക് ഇപ്പൊ ഒരു എതിരാളിയെ തരാം, അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് നീ ജയിച്ചു കാണിക്കുന്നു പറയുമ്പോ ആരും അവിടേക്ക് ഓടി വരും. ആ ഒരാളെ കണ്ട് കുട്ടപ്പൻ വണ്ടടിച്ച് നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.